നമസ്കാരം. JSK സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പടം. സുരേഷ് ഗോപിയാണ് ഇതിലെ നായകനെങ്കിലും ഈ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ജാനകിയാണ്. ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അനുപമ പരമേശ്വരനാണ്. ജാനകി ഒരു റേപ്പ് വിക്റ്റിമാണ്. അപ്പം ജാനകിയുടെ ആ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അന്വേഷണവും അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് വരുന്ന ക്യാരക്ടറാണ് സുരേഷ് ഗോപിയുടെ വക്കീൽ കഥാപാത്രം. അത് ഡേവിഡ് ആബേൽ ഡോണവൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. സിനിമയുടെ ആദ്യ പകുതി എനിക്കൊരു എബോ ആവറേജ് അല്ലെങ്കിൽ ഡീസൻറ്റ് അല്ലെങ്കിൽ വാച്ചബിൾ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. സെക്കൻഡ് ഹാഫാണ് സിനിമയുടെ ഏറ്റവും പോരായ്മകൾ മുഴച്ചു നിന്നിട്ടുള്ളത്. കാരണം സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ദയനീയമാണ്. ഇതിൽ പ്രതിയെ കണ്ടെത്തുന്നതും അവിടെയുള്ള കുറേ പരിപാടികളൊക്കെ ഭയങ്കര ക്ഷീണമാണ്. ഒരു 90കളിലൊക്കെ ഇറങ്ങിയിരുന്ന ഒരു പക്ഷേ പിന്നെയും കണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നൊരു പടം. ഒന്നുമില്ല, പ്രത്യേകിച്ചും വളരെ മടുപ്പിക്കുന്ന തരത്തിലുള്ള ഫിലിം മേക്കിംഗ്. ഒരു ക്ലാരിറ്റി ഇല്ല പല കാര്യങ്ങൾക്കും. ക്യാരക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ക്യാരക്ടേഴ്സ് ഒരു എന്താ പറയുക തമ്മിലുള്ള കണക്ഷൻസിന് ഒന്നിനും ഒരു പ്രത്യേകിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തൊരു സിനിമ. കഥയാണെങ്കിലും അങ്ങനെ തന്നെ. കാരണം ഇതിനകത്ത് ഒരു ഇൻസിഡൻറ്റും അതിനെ തുടർന്നുണ്ടാകുന്ന അന്വേഷണങ്ങളും അതിൻ്റെ ട്രയൽസും ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഇമോഷണലി കണക്ട് ആവുന്നില്ല ഒരു കാര്യം. പ്രത്യേകിച്ചും ഇതിനകത്ത് ഇപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണിക്കുന്ന ഒരു അച്ഛൻ മകൾ പരിപാടിയൊക്കെ ഉണ്ട്. അതിനെ ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല. പക്ഷേ ഈ അച്ഛൻ മകൾ റിലേഷൻഷിപ്പ് സീനിലൊന്നും കാണിക്കുന്നില്ല. കാരണം ഒരു സീനിലും കാണിക്കാതെയാണ് ഇത് ഇമോഷണലി പ്രേക്ഷകനുമായിട്ടൊരു പാട്ടൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നത്. ഏറ്റവും വലിയ മോശം ഘടകമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെയും കുഴപ്പമില്ല, അത് ചെയ്തിരുന്ന ജിബ്രനാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗിരീഷ് അങ്ങനെ എന്തോ ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര മോശമാണ് മ്യൂസിക്. സിനിമയെ പലപ്പോഴും പിറകോട്ട് വലിക്കുന്നതിൻ്റെ മ്യൂസിക്കാണ്. അതേപോലെ മ്യൂസിക്കിനേക്കാൾ ഒരു പക്ഷേ ഇതിൻ്റെ ലൈൻസ് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. അങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്ന പോലെയുള്ള ഒരു മ്യൂസിക് പരിപാടി, അതിൻ്റെ ലൈൻസും പരിപാടിയൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്കോർ ഈ പറഞ്ഞ പോലെ ജിബ്രനാണ്. ജിബ്രൻ വലിയ കുഴപ്പമില്ലാതെയൊക്കെ സിനിമയുടെ സ്കോർ പലയിടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ഒരു ക്യാരക്ടറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോൺ കാണാറുണ്ടോ? സിനിമയിൽ അതെന്തോ ഭയങ്കരമായിട്ട് BGM ഒക്കെ ചേർത്ത് എന്തോ ഭയങ്കര കുറ്റകൃത്യം പോലെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ഇത്തരത്തിൽ ചിന്താഗതികളൊക്കെ ഉള്ള ആൾക്കാർ സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് അത്ഭുതം. എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? അങ്ങനെ പോൺ കാണാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത്രത്തോളം റെലവൻസ് ഉണ്ട്. എല്ലാവരും കാണുന്ന അല്ലെ എല്ലാവരുടെയും വിരൽത്തുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ്? ഇതിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നന്നായി ചെയ്തിട്ടുള്ള ഒരാൾ അനുപമ പരമേശ്വരനാണ്. ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അയാൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. ദെൻ സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ സുരേഷ് ഗോപിയുടെ ഒരു ഔട്ട്ഫിറ്റാണ് എനിക്ക് അങ്ങനെ ഒരു ഓക്കെ ആയിട്ട് തോന്നില്ല. പുള്ളി ഒരു താടിയൊക്കെയാണ് പരിപാടി ഇതിനകത്ത്. താടി പരിപാടി എവിടേക്കാണ് പുള്ളി താടി ഒട്ടിച്ച് വെച്ചതാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. ഇനി കുറേ സീനിലൊക്കെ താടി ഉള്ളതായിട്ട് തന്നെയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഒന്നും എടുത്തു പറയാനില്ല. അദ്ദേഹം പണ്ട് ചെയ്തിട്ടുള്ള ഈ പരിപാടികളിലെ സ്ഥിരം പോലീസായാലും വക്കീലായാലും ഇനി മറ്റെന്തെങ്കിലുമൊക്കെ ആയാലും ആക്ഷൻ ഹീറോ ആയാലും ഈ പറയുന്ന ഡയലോഗുകൾ, ഈ വെർബൽ പരിപാടികളുണ്ട് ഇതിനകത്തും. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ സോഷ്യലി ഉദ്ബോധിപ്പിക്കുന്ന പരിപാടികൾ, ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഡയലോഗുകൾ, പിന്നെ അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് അറിയില്ല. കാരണം കുറേ ജംഗ്ഷനിൽ സുരേഷ് ഗോപി ഇങ്ങനെ പൊളിറ്റിക്കലി ഒക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഫീൽ നമുക്ക് തോന്നുന്നു. സുരേഷ് ഗോപിയുടെ ഒരു ക്യാരക്ടർ ഡയലോഗുകൾ പറയുമ്പം, ചില ഹെവി ആയിട്ടുള്ള ഡയലോഗുകൾ പറയുമ്പോൾ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എനിക്കതിൽ തോന്നിയത്, ഡയലോഗിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതിൽ തോന്നിയൊരു കാര്യം, ഈ പണ്ടൊക്കെ സുരേഷ് ഗോപിയുടെ സിനിമകളിൽ ഈ സുരേഷ് ഗോപി ഇത്തരം ഡയലോഗുകൾ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിന്നിരുന്നത് ഒന്നുകിൽ രാജൻ പി ദേവ്, അതല്ലെങ്കിൽ NF വർഗീസ്, അതല്ലെങ്കിൽ സോമൻ, ഇങ്ങനെയുള്ള വലിയ എന്താ പറയുക പെർഫോമൻസ് കഴിവുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിന് എഗെയിൻസ്റ്റ് പറയുന്ന പല ഡയലോഗുകളും നമുക്ക് അങ്ങനൊരു ഫീൽ കിട്ടുമായിരുന്നു. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് കുറേ ഡയലോഗുകൾ ഇങ്ങനെ സുരേഷ് ഗോപി MLA-യോടും അങ്ങനെ പോലീസുകാരോട് ആരോടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഫീൽ വരുന്നില്ല. അതിന് പ്രധാന കാരണം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് അത്രത്തോളം റേഞ്ചുള്ള ആക്ടേഴ്സ് അല്ല എന്നുള്ളതാണെന്ന് തോന്നി. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു സിനിമ കണ്ടപ്പോൾ. ഇതിൽ മാധവ് സുരേഷ് ഉണ്ട്. മാധവ് സുരേഷ് ഒരു ഇമ്പ്രൂവ്മെൻറ്റും വന്നിട്ടില്ല. ഇതിനകത്ത് പുള്ളി വരുന്ന സീനിലൊക്കെ പുള്ളിയുടെ ദയനീയമായ പ്രകടനം തന്നെയായിരുന്നു. അതുപോലെ ദിവ്യ പിള്ള, ആസിഫ് അലിയുടെ ബ്രദറാണ്, അയാളുണ്ട്. പിന്നെ അതുപോലെ പണ്ടത്തെ യദുകൃഷ്ണൻ ഇതിനകത്തൊരു പോലീസ് ഓഫീസറായിട്ട് നെഗറ്റീവ് ക്യാരക്ടർ. പിന്നെ ശ്രുതി രാമേന്ദ്രൻ ഉണ്ട്. അവസാനം ശ്രുതി രാമേന്ദ്രൻ എന്തിനാണ് വരുന്നതെന്ന് അറിയില്ല. കാരണം എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് ലോക്സഭ എങ്ങാണ്ടുള്ളതുകൊണ്ട് പുള്ളി പോയതുകൊണ്ട് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടർ. അതിൻ്റെ ക്യാരക്ടറിൽ കുറച്ചൊരു ഇതുണ്ട്. ഇനി അങ്ങനെ കുറേ ആളുകളുണ്ട് ഇതിനകത്ത്. പക്ഷേ എടുത്തു പറയത്തക്ക പെർഫോമൻസ് ആരുടെ ഭാഗത്തുനിന്നും ഇല്ല. അങ്ങനെ ആകെ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ്, ഭയങ്കര മടുപ്പിക്കുന്ന ഒരു സിനിമാനുഭവമായിരുന്നു JSK.